നമസ്കാരം. ഓട്ടോ വോട്ടിലേക്ക് സ്വാഗതം. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അവരുടെ എംപിയെ പറ്റിയും അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയെ പറ്റിയും എങ്ങനെയാണ് ചിന്തിക്കുന്നത്? സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് ഇത്. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ ഒരു മുന്തിയ കള്ളുഷാപ്പ് തേടിയാണ് ഞങ്ങളുടെ ഈ യാത്ര. കോട്ടയത്തെ പരിപ്പിനടുത്തുള്ള 900 പാടശേഖരത്തിനടുത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന ചില തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്. അവരോട് നമ്മൾ കോട്ടയം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ പറ്റി ചോദിക്കാം. ചേട്ടാ, ഈ കോട്ടയത്തെ തെരഞ്ഞെടുപ്പിൽ ചേട്ടൻ്റെ വോട്ട് ചെയ്യുമ്പോൾ ചേട്ടൻ്റെ പ്രധാനമായൊരു വിഷയം? എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. എൻ്റെ കുടുംബസഹിതമായി ജോസ് കെ മാണിക്കാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കുടുംബത്തിലെ ഭാര്യയും അമ്മായിയും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ എൻ്റെ മകൻ്റെയും വോട്ട് ജോസ് കെ മാണിക്കെന്നുള്ള. ഇവിടെ ഷാപ്പിലുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾ നമുക്ക് അറിയാം. ചേട്ടാ, ഇവിടെ ഈ കോട്ടയത്ത് ഈ തെരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയുണ്ട്? ചൂടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല വാശിയേറിയ ഒരു മത്സരമാണ് ഇത്തവണ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഏറ്റവും നല്ലൊരു എം ഡി അങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ആരും കുറ്റം പറയത്തില്ല. കുറ്റം പറയത്തില്ല. പക്ഷേ തോമസ് എന്ന് പറഞ്ഞ ആളും ഗതാഗത മന്ത്രിയായിട്ട് നല്ല കഴിവ് തെളിയിച്ചൊരു മനുഷ്യനാണ്. സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കോട്ടയത്തെ കാര്യം പറഞ്ഞു. പുള്ളി നല്ല ആളല്ല, പുള്ളി നല്ല ആള് തന്നെയാണ്. കോട്ടയം സീറ്റ് കൊടുക്കണം എന്നുള്ള കെട്ടിപ്പൈസ പൈസ കിട്ടിയാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കോട്ടയം ജില്ലയ്ക്കാണ്. വരത്തില്ല. ഇത്തവണ 3 ലക്ഷത്തോളം യു.പി.എ. സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുവാണെങ്കിൽ ആരും ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യുന്നില്ല. വന്നപ്പം പുള്ളി ഭരിക്കുന്നുണ്ട്. ജയിച്ചു വന്നപ്പോഴും വന്നു. പക്ഷെ നമ്മുടെ മണ്ഡലത്തിൽ ഈ സ്ഥലത്തൊന്നും വന്നിട്ടില്ല. എന്തായാലും മധുരക്കള്ളിന് വീര്യം കുറവാണെങ്കിലും ഷാപ്പിൽ നടക്കുന്ന ചർച്ചകൾക്ക് അല്ലെങ്കിൽ കള്ളിന് മേമ്പൊടിയായി നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂടും ഏറെയാണ്. കോട്ടയത്തെ പരിപ്പിലെ 900 ഷാപ്പിൽ നിന്ന് ക്യാമറമാൻ സാലു മീനടത്തിനൊപ്പം ആർ സന്ദീപ്, മാതൃഭൂമി ന്യൂസ്.